ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോൾ വില ലിറ്ററിന് 2.61 രൂപയും ഡീസൽ വില ലിറ്ററിന് 2.71 രൂപയുമാണ് എണ്ണ വിപണന കമ്പനികൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ 4ാമത്തെ വർധനവാണിത്. ഇതോടെ ഡൽഹിയിൽ ഡീസൽ വില ലിറ്ററിന് 95.20 രൂപയായും പെട്രോൾ 102.12 രൂപയുമായി. തിരുവനന്തപുരത്ത് പെട്രോളിന് 115.32 രൂപയും ഡീസലിന് 104.41 രൂപയുമായി ഉയർന്നു. തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ പാത കേന്ദ്രത്തിന് ഇടക്കാല പദ്ധതി രേഖ സമർപ്പിക്കാൻ ഇ ശ്രീധരൻ. റെയിൽവേ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സ്വന്തം നിലയിൽ പൊന്നാനിയിൽ ഓഫീസ് തുറന്നാണ് ശ്രീധരൻ അതിവേഗ പാതയുടെ വിശദ പദ്ധതി രേഖ തയ്യാറാക്കുന്നത്. സെപ്റ്റംബറോടെ വിശദ പദ്ധതി രേഖ തയ്യാറാക്കും. വിശദ പദ്ധതി രേഖ തയ്യാറാക്കാൻ സമയമെടുക്കുന്നതിനാലാണ് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. റിപ്പോർട്ട് അടിസ്ഥാനമാക്കി കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായം തേടിയാൽ സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചനയുണ്ടാകും. പുതിയ അതിവേഗ പാതയ്ക്ക് പദ്ധതി തയ്യാറാക്കാനുള്ള ആലോചനയിലാണ് സംസ്ഥാന സർക്കാർ. താൻ മുന്നോട്ട് വെച്ച അതിവേഗ പാതയുമായി സർക്കാർ സഹകരിക്കുമെന്നാണ് ശ്രീധരന്റെ പ്രതീക്ഷ. ഇലക്ട്രിക് സ്കൂട്ടർ സർവീസ് സെന്ററിൽ വൻ തീപിടുത്തം. 40 ഇലക്ട്രിക് സ്കൂട്ടറുകൾ, പുതിയ ബാറ്ററികൾ എന്നിവ പൂർണ്ണമായും നശിച്ചു. 1.5 കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ദേശീയപാതയിൽ തട്ടാമലയ്ക്ക് സമീപം പഴയാറ്റിൻകുഴി ജംഗ്ഷനിലെ സാരഥിയുടെ ഇരുചക്രവാഹന ഷോറൂമിനോട് ചേർന്നുള്ള സർവീസ് സെന്ററാണ് കത്തിയത്. സുരക്ഷാ ജീവനക്കാരനാണ് തീയാളുന്നത് ആദ്യം കണ്ടത്. അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും വിഫലമായതോടെ അഗ്നിശമന സേനയെ അറിയിച്ചു. സെന്ററിന് പുറത്തും മറ്റൊരു ഹാളിലുമായി വെച്ചിരുന്ന ഒട്ടേറെ ബൈക്കുകൾ നാട്ടുകാർ തീപിടിക്കാതെ ഉരുട്ടിമാറ്റി. ഞായറായതിനാൽ അവധിയായിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്ന് സംശയിക്കുന്നു. സർവീസിന് കൊണ്ടുവന്ന വാഹനങ്ങളാണ് കത്തിയതെന്നും സ്ഥാപനത്തിന് ഇൻഷുറൻസ് ഉള്ളതിനാൽ വാഹന ഉടമകൾക്ക് നഷ്ടമുണ്ടാകില്ലെന്നും ഷോറൂം ജനറൽ മാനേജർ ഹരികുമാർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്ന പാതയ്ക്ക് സമീപം സ്ഫോടക വസ്തുക്കൾ. സുരക്ഷാ വീഴ്ച വരുത്തിയതിന് ഒരു സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ 6 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. കർണാടകയിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷൻ പാതയ്ക്ക് സമീപമാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. സുരക്ഷാ വീഴ്ചയുണ്ടായി 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ബാംഗ്ലൂർ സൗത്ത് SP ആർ ശ്രീനിവാസ് ഗൌഡ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത്. എന്നാൽ സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥരുടെ പേരുകൾ വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല. മെയ് 10-നായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ആർട്ട് ഓഫ് ലിവിംഗ് കേന്ദ്രത്തിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ അകലെയുള്ള കുപ്പറെഡ്ഡി കെരയ്ക്ക് സമീപത്തു നിന്നാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. മുതിർന്ന കോൺഗ്രസ് നേതാവും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനുമായ മംഗലം ഗോപിനാഥ് അന്തരിച്ചു. 88 വയസ്സായിരുന്നു. അർബുദബാധിതനായി മഞ്ചേരിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച വൈകിട്ടായിരുന്നു അന്ത്യം. മുൻ AICC അംഗമായിരുന്നു. അൽ അമീൻ, മലബാർ ടുഡേ തുടങ്ങിയ പത്രങ്ങളുടെ പത്രാധിപരായിരുന്ന മംഗലം ഗോപിനാഥ് KPCC അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്.